ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട പെൺകുട്ടികൾ ചിത്ര നമ്മളോട് പല വസ്തുതകളും തുറന്നു പറഞ്ഞു. സ്വന്തം പിതാവ് ഹൃദയാഘാതം വന്ന് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തും ആ പെൺകുട്ടിയെ പഠിപ്പിക്കപ്പെട്ടത് എന്തായിരുന്നു? അങ്ങനൊക്കെ കാണിക്കും. പിതാവ് കാഫിറാണ്. ഒരു ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പിതാവിനെ കാണാൻ ചെല്ലരുത് എന്ന് ചിത്ര എന്ന നസ്രിനാക്കപ്പെട്ട പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തത്. പിന്നീട് അതിന് ഒരു നല്ല നിമിഷത്തില് ബോധോദയം ഉണ്ടായി. അതതിൻ്റെ പൂർവ്വമതത്തിലേക്ക് മടങ്ങിയപ്പോഴാണ് എന്താണ് മാതാപിതാക്കളെ സംബന്ധിച്ച്, അവരുമായിട്ടുള്ള കടമകളെ സംബന്ധിച്ച് തൻ്റെ സനാതനധർമ്മം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ആ പെൺകുട്ടിക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ താൻ ചെയ്ത തെറ്റെന്താണ് എന്ന് ബോധ്യപ്പെട്ട് സ്വന്തം സമുദായത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ചിത്ര ഇറങ്ങി തിരിച്ചു. അതിൻ്റെ ഭാഗമായി ചിത്രയിൽ ശ്രുതി എന്ന പെൺകുട്ടിയെ റഹ്മത്താക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയും പറഞ്ഞത് നമ്മളോട് ഇത് തന്നെയായിരുന്നു. ഇത്രയധികം ദൈവങ്ങൾ നിങ്ങൾക്കില്ലേ? 33 കോടി ദൈവങ്ങളിൽ ആരെ നിങ്ങൾ വിളിക്കും? ഏത് ദൈവമാണ് നിങ്ങളുടെ വിളി കേൾക്കുന്നത്? ദൈവങ്ങൾ തിരക്കിലായിരിക്കില്ലേ? മനുഷ്യന്റെ രൂപവും ആനയുടെ തലയുമുള്ള ദൈവമോ? ഈ ദൈവത്തിനൊക്കെ നിങ്ങൾക്കൊരു ജന്മദിനമുണ്ട്, ചരമദിനമുണ്ട്. ദൈവം ജനിക്കുന്നു, മരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവർക്കും തോന്നും ശരിയാണല്ലോ. ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട അഖില, ഹദിയ, നിമിഷ ഫാത്തിമ, ശ്രുതി എന്ന റഹ്മത്ത്, അനഘ എന്ന ആയിഷ, ആതിര എന്ന ആയിഷ, അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ നമ്മളോട് വന്ന് പല വിവരങ്ങളും പുറത്തു പറഞ്ഞു. അവരുടെ മുസ്ലിം കൂട്ടുകാരികൾ, റൂംമേറ്റ്സുകൾ, കോളേജ് മേറ്റ്സുകൾ, ക്യാമ്പസിൽ കണ്ട് പരിചയമുള്ള വിവിധ ബാച്ചിലെ കൂട്ടുകാരികൾ അവരുടെ ഹിന്ദു ദൈവങ്ങളെ പറ്റി കളിയാക്കി ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ദേവി എങ്ങനെയാണ് താമരയിൽ ഇരിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. ദേവിക്ക് പീരീഡ്സ് ഉണ്ടാകില്ലേ എന്ന് വേറൊരു ചോദ്യം. ദൈവത്തിന് എങ്ങനെയാണ് ആനയുടെ തല കിട്ടുന്നത് എന്ന് മറ്റൊരു ചോദ്യം. ദൈവം പാമ്പിന്റെ മേലെ കിടക്കുമെന്നോ? ശിവൻ പാർവതിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്തത് നാണക്കേടല്ലേ? ശ്രീകൃഷ്ണൻ 1001 ഭാര്യമാരുമായി നടന്ന സ്ത്രീലമ്പടനല്ലേ? തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളൊക്കെ ഇവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടത്രേ. തിരിച്ച് നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാനും പഠിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. ഒരു കാലിലെ മന്ത് മറ്റൊരു കാലിലാകുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചാടുന്നത്. ഒരു മതത്തെയും അംഗീകരിക്കുകയോ അനുധാവനം ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ. ഒരു മതത്തെയും പരിഹസിക്കുന്നതിനോട് യോജിപ്പില്ല, വിമർശിക്കും. അത് അറിയുന്ന വസ്തുതകളെ മാത്രം വെച്ചിട്ട്. ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല. കൂടുതൽ പഠിക്കാനും അവസരം ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ താല്പര്യമില്ലാത്തത് കൊണ്ടായേക്കാം. ഇസ്ലാം മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടി, പഠിച്ചു. ഇത് എൻ്റെ കൂടി പൂർവ്വമതമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നു. അതിനുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും ദേശീയതയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്നതും മാനവിക വിരുദ്ധമായ ആശയങ്ങൾ, ഇതിനെയൊക്കെ എതിർക്കുന്നു. ഇങ്ങനെ ആരെങ്കിലും ചോദിക്കപ്പെട്ടാൽ കേവലം ഒരു പ്രവാചകന് ചന്ദ്രനെ 2 പിളർക്കാൻ സാധിക്കുമോ? ചോദിക്കണം. ഏത് കത്തി കൊണ്ടാണ് ചന്ദ്രനെ 2 വെട്ടിപ്പിളർന്നത് എന്ന് ചോദിക്കണം. ആരാണത് വീഡിയോ എടുത്തത് എന്ന് ചോദിക്കണം. ഏത് സ്ഥലത്ത് നിന്നിട്ടാണ് ചന്ദ്രനെ 2 പിളർത്തിയത് എന്ന് ചോദിക്കണം. അതിൽ ഒരു കഷ്ണം എവിടെയാണ് പോയതെന്നും മറ്റേ കഷ്ണം എവിടെയാണ് പോയതെന്നും നിലവിൽ ആ 2 കഷ്ണങ്ങളും എവിടെയെന്ന് ചോദിക്കണം. കേവലം ഒരു മനുഷ്യനായ ബഷറും മിഥുലുക്കും എന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങളെ പോലെയുള്ള കേവലം മനുഷ്യൻ മാത്രമാണ് മുഹമ്മദ്. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ ദൈവങ്ങൾക്ക് എന്തേ ആനയുടെ തല വെച്ചൂടെ എന്ന് ചോദിക്കാൻ കഴിയണം. ഒറ്റ രാത്രി കൊണ്ട് ഈ പ്രവാചകൻ എങ്ങനെയാണ് ചന്ദ്രനിൽ പോയത് എന്ന് ചോദിക്കണം. ഒറ്റ രാത്രി കൊണ്ട് ഫിസിക്കൽ ബോഡി ആയിഷയുടെ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയാണ് ഇയാൾ ചന്ദ്രനിൽ പോയിട്ട് വന്നതെന്നും ബുറാക്ക് എന്ന് പറയുന്ന ജീവി ഇപ്പോൾ റെസ്റ്റിലാണോ എന്നും ചോദിക്കണം.
മുഹമ്മദ് നബിയെ 7 ആകാശത്തിനപ്പുറത്തേക്ക് സ്വർഗവും നരകവും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണോ ആ ജീവിയെ? സുന്ദരിയായ ആ പെണ്ണിന്റെ രൂപം ഇപ്പോഴെവിടെ എന്ന് ചോദിക്കണം. ഒറ്റ രാത്രി കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 1000കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ ആ ജീവിക്ക് പറ്റുമല്ലേ? പ്രവാചകന് മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ കാണാനും പഠിക്കാനും അറിയാനും ഒക്കെ സാധിച്ചല്ലേ? ഓ, അത്ഭുതം തന്നെ. പഠിക്കണം, തിരിച്ചു ചോദിക്കാൻ പഠിക്കണം. ചന്ദ്രനിൽ പോകാൻ പ്രവാചകൻ ഉപയോഗിച്ച, സ്വർഗവും നരകവും ഒക്കെ കാണാൻ 7 ആകാശത്തിനപ്പുറത്തേക്ക് പോകാൻ ഉപയോഗിച്ച വാഹനം ആനയുടെ രൂപവും സിംഹത്തിന്റെ മുഖവുമാണ് എന്ന് ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിക്കണം. ഏത് തരം ജീവിയാണതെന്ന് ചോദിക്കണം. അങ്ങനെ ഒരു ജീവി ഇനിയും വരുമോ? ആരെങ്കിലും പ്രവാചകൻ ചന്ദ്രനിൽ ഒരു രാത്രി കൊണ്ട് പോയി വരാൻ ഉപയോഗിച്ച ബുറാക്ക് എന്ന ജീവിയെ പിന്നീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഈ ബുറാക്ക് എന്ന ജീവി വംശനാശം സംഭവിച്ചോ അതോ ഇനിയുണ്ടോ? ബദർ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന്റെ ആനകളെ വവ്വാലുകൾ കല്ലെറിഞ്ഞു കൊന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. വരണ്ട മരുഭൂമിയില് ആനകൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം അന്നത്തെ കാലത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ആനയ്ക്ക് അന്ന് പനമ്പട്ട വെട്ടിക്കൊടുത്തിരുന്നത് ആരായിരുന്നു എന്ന് ചോദിക്കണം. ആനകളുടെ പാപ്പാന്മാര് മലക്കുകളായിരുന്നു എന്ന് ചോദിക്കണം. വവ്വാലുകൾ എവിടെ നിന്നാണ് ഈ പഴുത്ത കല്ലുകൾ എറിഞ്ഞത് എന്ന് ചോദിക്കണം. വവ്വാലുകളുടെ ചുണ്ട് പൊട്ടിയില്ലേ എന്ന് ചോദിക്കണം. ചുണ്ട് പൊള്ളിയില്ലേ എന്ന് ചോദിക്കണം. ഈ പഴുത്ത കല്ലുകൾ എടുക്കുമ്പോൾ മരുഭൂമിയിൽ ആനകളെ തീറ്റിപ്പോറ്റുന്നത് ആരാണ്? അവിടുത്തെ പാപ്പാന്മാർ എത്ര പേരുണ്ട്? അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും മരുഭൂമിയിൽ ആനകൾ ഉണ്ടായിരുന്നോ? ചോദിക്കാനൊന്നും പഠിക്കുക. കഅബയിലെ യോനിക്കല്ലിനെ കുറിച്ച് ചോദിക്കണം. ശിവലിംഗത്തെ കുറിച്ച് ചോദിക്കണം. വെളുത്ത കല്ലിനെ മുസ്ലിങ്ങൾ ചുംബിച്ച് ആ കല്ലിൽ പ്രദക്ഷിണം വെച്ച് ആ കല്ലെങ്ങനെയാണ് കറുത്തത് എന്ന് ചോദിക്കണം. ആ ഒരു കല്ല് മാത്രമേ ഉള്ളൂ? അതോ ബഹ്റൈൻ രാജാവൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ കല്ല് പല ഭാഗങ്ങളായോ? കല്ല് പൊട്ടിപ്പോയോ? ആ കല്ലിന്റെ വിവിധ ഭാഗങ്ങൾ ഇന്ന് എവിടെയാണുള്ളത്? ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന യോനിക്കല്ലുള്ളത് എന്ന് ചോദിക്കണം. മക്കയിലുള്ള പിശാജ് 3 സ്ഥലങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബി പിശാചിനെ എറിഞ്ഞു എന്ന് പറയപ്പെടുന്ന 3 സ്തൂപങ്ങളെ കുറിച്ച് ചോദിക്കണം. കല്ലുകൾ പെറുക്കി എറിയുമ്പോൾ പിശാചിന്റെ ദേഹത്ത് കൊള്ളുമോ എന്ന് ചോദിക്കണം. ഇത്രയും കണക്കിന് വർഷങ്ങളിൽ ലക്ഷക്കണക്കിനായ ആളുകൾ കല്ലെറിഞ്ഞിട്ടും പിശാചിനൊരു പോറൽ പോലും പറ്റാത്ത പിശാച് മോട്ടിവേഷൻ അല്ലേ എന്ന് ചോദിക്കണം. കോടിക്കണക്കിന് ആളുകള് ഫ്ലൈറ്റ് പിടിച്ചു പോയി AC-യിൽ നിന്ന് എറിഞ്ഞിട്ടും ചെകുത്താൻ ഇപ്പോഴും പന പോലെ വളർന്നല്ലോ, പിശാചിന് ഭയങ്കര കഴിവാണല്ലേ പടച്ചവനേക്കാൾ, തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചു ചോദിച്ചു നോക്കിക്കേ. അറിയാമല്ലോ അവർക്കും ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള അറിവെന്താണെന്ന്. നിങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആരാധനകളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ചോദിക്കാൻ കൃത്യമായി ഇവർക്ക് കോച്ചിങ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും കെട്ടുകഥകളെക്കുറിച്ചും മിത്തുകളെക്കുറിച്ചും ചോദിക്കാൻ നിങ്ങൾക്ക് കോച്ചിങ് ലഭിച്ചിട്ടുമില്ല. നിങ്ങൾക്കത് തിരിച്ചു ചോദിക്കാനുള്ള ആർജവവും ധൈര്യവുമില്ല. ഒന്ന് തെളിയിക്കുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. നന്ദി.